ഹലോ. അപ്പോൾ നമുക്ക് എയ്സു മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കോൺക്രീറ്റ് റോഡൊക്കെ ഉണ്ട്, എങ്കിലും വണ്ടി അങ്ങോട്ട് വരാറില്ല. ബാക്കിലെ റോട്ടിലോട്ടാണ് കേട്ടോ വരാറ്. കാരണം ഒരുപാട് കുട്ടികൾ ആ ഒരു റോട്ടിലൂടെയാണുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ താഴോട്ട് നടന്നു പോകുന്നത്. പക്ഷേ സത്യത്തിൽ ഈ ഒരു നടത്തം ശരിക്കും എയ്സുമോൾ കൂടെ ഉള്ളപ്പോൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അവളെ വിളിക്കാൻ പോകുമ്പോൾ കുറച്ച് ബോറിംഗ് ആണ്, എന്നാലും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഈ ഒരു സ്ഥലം പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നാച്ചുറായിട്ട് ശരിക്കും ഇണങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ. പാടം, തോട്, നല്ല പറമ്പ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ. മഴക്കാലമൊക്കെ ആയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. നല്ല വേനലായിട്ടാട്ടോ. ഈ ഒരു തോട്ടം കണ്ടില്ലേ, ഈ വീട്ടിൽ ആരും ഇല്ല. അവരൊക്കെ കുറച്ച് മേലോട്ടൊക്കെ വീട് മാറിപ്പോയത്. പക്ഷേ എങ്കിലും ആഴ്ചയിൽ ഒരു 3-4 ദിവസം അവർ വരും. തോട്ടമൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കും കേട്ടോ. ഈ ഒരു പാലം കടന്ന് മോള് വരുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എയ്സു കുട്ടീനെ സ്കൂളിലോട്ട് വിടാൻ വേണ്ടിയുള്ള ഈ ഒരു വരവ് ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കാരണം അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവളെ കൂടെയുള്ള ആ ഒരു സമയം ഭയങ്കര ക്വാളിറ്റി ടൈമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും അവളെ ഓരോ ദിവസത്തെ പ്ലാനും എൻ്റെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇയാളെ കണ്ടോ, ഇയാളെ നമ്മൾ വന്ന് നമ്മളെ ചുറ്റിപ്പറ്റി എങ്ങനെ നിൽക്കും കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചയാണ് കേട്ടോ. മേലെ കണ്ടപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നും. പക്ഷെ സത്യത്തിൽ ഇൻഫെക്ഷനൊന്നുമല്ല, ആളുടെ ഒരു സ്കിൻ ടോൺ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ ദൂരെ എയ്സുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. എയ്സുമോളും അതുപോലെ നമ്മൾ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലെ നുഷമോളാണ്. അപ്പോൾ 2 പേര് ഓടി വരുന്നുണ്ട്. എയ്സുകുട്ടി വേഗം വരുന്ന പൂച്ചനെ കണ്ടിട്ടാട്ടോ. ആൾ പൂച്ചനായിട്ട് ഭയങ്കര സെറ്റാണ്. അവൾക്കൊരു പൂച്ചനെ വേണമെന്ന് കുറേ കാലമായി പറയുന്നു കേട്ടോ. പക്ഷേ നോക്കാൻ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. നമ്മളൊരു പൂച്ചനൊക്കെ എടുത്ത് വളർത്തുക ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മളെ പല പ്ലാൻസിനെയും അതൊക്കെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്താൽ നല്ല വൃത്തിക്ക് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഇപ്പം തന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു പൂച്ചനെ മേടിച്ച് കൊടുത്തിട്ടില്ല. പക്ഷേ അവൾക്കൊരു പൂച്ചക്കുട്ടീനെ കുറച്ചുകൂടെ വലുതായിട്ട് മേടിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയമുണ്ടല്ലോ, സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നത് വരെ, അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ ചെയ്യാറ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് രാത്രി വരെയുള്ള അവളെ പ്ലാൻസും കാര്യങ്ങളും, കളിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് പെർമിഷൻ ചോദിക്കലും,